ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത 16 BSF ജവാന്മാർക്ക് രാഷ്ട്രപതിയുടെ ധീരതയ്ക്കുള്ള മെഡൽ. ഇത്തവണത്തെ സർവോത്തം ഉത്തം സേവാ മെഡൽ വ്യോമസേനയിലെ 4 വൈമാനികർക്ക് എന്ന സൂചനയും പുറത്തുവരികയാണ്. പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും. അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, രാജ്യത്തിന് വേണ്ടി പോരാടിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായ BSFന്റെ ജവാന്മാർക്ക് രാഷ്ട്രപതിയുടെ ധീരതയ്ക്കുള്ള മെഡൽ ഉൾപ്പെടെ എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്? പ്രഖ്യാപനം എത്ര മണിക്കാണ്? രതീഷ്, സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ മെഡലുകൾ വരുമ്പോൾ അതിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് തീർച്ചയായും മെഡലുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യം നേരത്തെ അനുമാനിക്കപ്പെട്ടതാണ്. അത്തരത്തിലാണ് ഇന്ന് രാവിലെ 10 മണിക്ക് പ്രഖ്യാപിക്കപ്പെട്ട പോലീസ് മെഡലുകൾക്കൊപ്പം തന്നെയാണ് CRPFന്റെയും BSFന്റെയും എല്ലാം തന്നെ മെഡലുകൾ കൂടി പ്രഖ്യാപിച്ചത്. അതിൽ 1066 BSF ജവാന്മാർക്ക് മെഡലുകൾ പ്രഖ്യാപിച്ചിരുന്നു. അതിലാണ് 16 പേർക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത ഓപ്പറേഷൻ സിന്ദൂറിലെ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിലെ സേവനത്തിന് വേണ്ടി 16 BSF ജവാന്മാർക്ക് ഇത്തരത്തിൽ വിശിഷ്ട സേവാ മെഡൽ, ഗാലണ്ടറി മെഡലുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അക്കാര്യങ്ങളുടെ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം ഈ സൈനികർക്കുള്ള സൈനിക മെഡലുകളുടെ പ്രഖ്യാപനം ഇതുവരെയും വന്നിട്ടില്ല. അത് വൈകിട്ടോടുകൂടിയായിരിക്കും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം നടത്തുക. ഈ രാഷ്ട്രപതിയുടെ മെഡലുകൾ അതിനെ സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുക. അതിലും ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രധാനപ്പെട്ട പങ്കുവച്ച അതിലെ സേവനത്തിന് 4 വൈമാനികർക്ക് കൂടി ഇത്തരത്തിലുള്ള അവാർഡുകൾ, അതിൽ തന്നെ സർവോത്തം ഉത്തം സേവാ മെഡൽ ഒരു ഏറ്റവും വലിയ ഒരു മെഡലാണ്. പ്രത്യേകിച്ചും ഈ യുദ്ധസമയത്ത് നൽകുന്ന ഏറ്റവും വലിയ മെഡലാണ്. അത് 4 വൈമാനികർക്കായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചില സൂചനകളായി പുറത്തു വരുന്നത്. ഇതിൻ്റെ പ്രഖ്യാപനം ഇതുവരെയും വന്നിട്ടില്ല. ഇന്ന് വൈകിട്ടോടുകൂടി ഒരു പക്ഷേ 7 മണിക്ക് മുന്നോടിയായിട്ടായിരിക്കും, പ്രത്യേകിച്ചും രാഷ്ട്രപതി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും രാത്രി 7 മണിക്ക്. അതിന് മുന്നോടിയായിട്ടായിരിക്കും ഒരു പക്ഷേ സൈനികർക്കുള്ള മെഡലുകൾ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം എന്തായാലും പ്രഖ്യാപിക്കുക. രാവിലെ കേരളത്തിൽ നിന്നടക്കമുള്ള പോലീസുകാർക്കും ഫയർ സർവീസിലും ഹോം ഗാർഡിലും ഉള്ളവർക്ക് ഉള്ള മെഡലുകളുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതിലാണ് BSF ജവാന്മാരുടെയും 16 BSF ജവാന്മാർ പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ദൂറിലെ അവരുടെ സംഭാവനകൾക്ക് വേണ്ടി മെഡലുകൾ പ്രഖ്യാപിച്ചത്. സൈനിക മെഡൽ അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപിക്കും. അല്പസമയത്തിനകം പ്രഖ്യാപനമുണ്ടാകും. 16 BSF ജവാന്മാർക്ക് രാഷ്ട്രപതിയുടെ ധീരതയ്ക്കുള്ള മെഡലുണ്ട്. ഈ 16 പേർ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ചവരാണ്. ഒപ്പം സർവോത്തം ഉത്തം സേവാ മെഡൽ വ്യോമസേനയിലെ 4 വൈമാനികർക്കാണ് എന്നതടക്കമുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. അർജുനാണ് ആ വിവരങ്ങൾ നൽകിയത്.